അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നോമ്പുതുറ സ്പെഷ്യൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഉന്നക്കായ. അതാണ് നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ. എന്നാൽ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 1 കിലോ പഴമാണ് വേണ്ടത്, നേന്ത്രപ്പഴം. അതിനെ നമ്മൾ ഇതേപോലെ മുറിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ കുരുക്കളെല്ലാം നമ്മൾ എടുത്ത് കളയേണ്ടതാണ്. അതൊന്നും നമ്മുടെ ഉന്നക്കായ്ക്ക് ആവശ്യമല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ ഇതെല്ലാത്തിൻ്റെയും നമ്മൾ ആക്കേണ്ടതാണ്. പിന്നെ അതിന് ശേഷം ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം വേവിക്കാൻ വെക്കണം. അതിനെ മൂടി വയ്ക്കുന്നു. ഇത് വെന്തിട്ടുണ്ടോ എന്നറിയാൻ ഒരു ചെറിയൊരു കോല് കൊണ്ട് നമ്മൾ അതിനെ പ്രസ്സിങ് ചെയ്ത് കൊടുക്കുന്നു. ഇത് വെന്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി മൂടി വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് ശർക്കര പാനി റെഡിയാക്കാം. നമുക്ക് ആവശ്യമുള്ള വെല്ലമെടുത്ത് അതിലേക്ക് വെള്ളവും ഒഴിച്ച് നമുക്ക് ചൂടാക്കാം. എന്നാൽ നമ്മുടെ ശർക്കര പാനി റെഡി. അടുത്തതായി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം 2 സ്പൂൺ നെയ്യ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം കുറച്ച് തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിനെ നന്നായിട്ട് ഇളക്കണം. അത് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അതും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നോമ്പ് തുറക്കൊരു സ്പെഷ്യൽ. പിന്നെ അതിലേക്ക് ഏലക്കയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഴം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ നന്നായിട്ട് ഉടച്ച് കൊടുക്കാം. നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇത് കയ്യിൽ കുഴച്ചതിന് ശേഷം അതിനെ കയ്യിൽ പ്രസ് ചെയ്യും. ഇതിന് മുമ്പായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയാൽ നമുക്ക് കയ്യിൽ ഒട്ടാതെ കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ തേങ്ങാക്കൂട്ട് അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഉരുളകളാക്കി എല്ലാതും അതേപോലെ ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് നോമ്പ് തുറയിൽ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. നമ്മളിതാ രണ്ടാമത്തേതും ചെയ്തു. ഇതേപോലെ എല്ലാതും ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഉരുളകളിൽ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേകണം, എന്നാലേ നമ്മുടെ ഈ ഉന്നക്കായി റെഡിയായി വരികയുള്ളൂ. നമ്മളിതായിട്ട് കൊടുത്തു. നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ചുവപ്പ് കളറിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മുടെ ഈ ഉന്നക്കായ കുറച്ചൊക്കെ വെന്ത് വരുന്നുണ്ടെന്നാണ് അർത്ഥം. എല്ലാതും അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ചുവപ്പായിട്ട് വന്നു. നമുക്കിതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ എന്ത് റെഡിയായി? ഉന്നക്കായ റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ. അടുത്തൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ബൈ.